നമസ്കാരം കൂട്ടുകാരെ, ഞാൻ എൻ.എ. തോമസ്. നിങ്ങൾ കാണുന്നത് റിജിൻ തോമസ് എന്ന ഞാൻ ഇടുന്ന യൂട്യൂബ് ചാനലാണ്. ഈ ചാനലിൽ കൂടെ ഞാൻ എന്നും പുതിയ പുതിയ വേക്കൻസിയുടെ കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പം നിങ്ങൾ റിലയൻസ് ജിയോ എന്ന മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ റിലയൻസ് ജിയോയുടെ ആൾ ഓവർ ഇന്ത്യയിലുള്ള ഓഫീസുകളിൽ ഇതിന്റെ വേക്കൻസി ഉണ്ട്. പർട്ടിക്കുലർ നമ്മൾ അവിടെ പോയി വേക്കൻസി നോക്കുമ്പോഴത്തേക്ക് അതൊരു പർട്ടിക്കുലർ ലൊക്കേഷന്റെ ആണെന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിന്റെയാണ്, അല്ലെങ്കിൽ ആലപ്പുഴയുടെയാണ്, എറണാകുളത്തിന്റെയാണ്, അല്ലെങ്കിൽ ബോംബെയുടെ ആണെന്ന് അവിടെ പറയുന്നില്ല. അവിടെ വേക്കൻസി മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം റിലയൻസ് ജിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുമുണ്ട്, ഇഷ്ടംപോലെ റിലയൻസ് ജിയോയുടെ ഓഫീസിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് റിലയൻസ് ജിയോ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യ കഴിഞ്ഞിട്ടുള്ള നാടുകളിലേക്കുള്ള വേക്കൻസി ആയിരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കല്ലേ. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നല്ല സാലറിയോട് കൂടിയ ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായമായിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യുക. റിലയൻസ് ജിയോ റിക്രൂട്ട്മെന്റ് 2025 അപ്ലൈ ഓൺലൈൻ ഫോർ വേരിയസ് പ്രഷർ ജോബ്. ഇതിനകത്ത് ഇതുവരെ ഞാനിട്ട വീഡിയോകളിൽ പലതിലും 10ാം ക്ലാസ്സുകാരും പ്രഷറായിട്ടുള്ളവരും അല്ലെങ്കിൽ 12ാം ക്ലാസ്സുകാരുടെയും ഈ വേക്കൻസി കുറവായിരുന്നു. പക്ഷേ ഈ റിലയൻസ് ജിയോയുടെ ഇതിനകത്ത് 18,500 വേക്കൻസി ഉണ്ട് ആൾ ഓവർ ഇന്ത്യ. അപ്പൊ ഈ കാണുന്ന 18,500-ൽ അതിൽ നമ്മുടെ കേരളവും വരുമായിരിക്കും. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇത് ഈസ്റ്റ് ഇന്ത്യയുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുക. അപ്ലൈ ചെയ്യുക. എവിടെ കിട്ടുന്ന ജോലി കിട്ടണമെന്നുള്ളതാണ് നമ്മുടെ ഒരു കാര്യം. അത് എവിടെങ്കിലും ആയിക്കോട്ടെ. ഞാൻ മധ്യപ്രദേശ് ഇൻഡോറില്ല. ഞാൻ ഈ പഠിത്തം കഴിഞ്ഞുകൊണ്ട്, ഞാൻ SLC കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇപ്പൊ 40-45 വർഷമായി. എൻ്റെ വൈഫും പിള്ളേരും ഒക്കെ ഇവിടെ തന്നെ പഠിച്ചു വളർന്നവരെ ഇവിടെ സെറ്റിൽ. എനിക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ചിലരെ ഇങ്ങനെ ഒരു മുഷ്ടി പിടിച്ചിരിപ്പോണ്ട് ഞാൻ കേരളത്തിലെ ജോലി ചെയ്യത്തുള്ളെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. നമ്മൾ ജോലി എവിടെങ്കിലും ചെയ്യാന്നുള്ളതാണ്. അതിപ്പം കേരളത്തിലാണെങ്കിൽ കേരളത്തിന് പുറത്താണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ എവിടെ കിട്ടുന്ന നോർത്ത് ഇന്ത്യയിൽ എവിടെ കിട്ടുന്ന അവിടെ പോയി ജോലി ചെയ്യണമെന്നുള്ളതാണ്. അപ്പം 18,500 ടോട്ടൽ പോസ്റ്റ് ആണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് കേരളത്തിന്റെയും വരാം. അതിന് മെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സുകാർക്കും 12ാം ക്ലാസ്സുകാർക്കും പ്രഷറായിട്ടുള്ളവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ള ഒരു വേക്കൻസിയാണ് ഈ വന്നിരിക്കുന്നത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ഇത് മിസ്സാക്കല്ലേ. അത് കണക്ക് തന്നെ ക്വാളിഫിക്കേഷൻ ഞാൻ ഒന്ന് പറഞ്ഞ് 10th 12th ഗ്രാജുവേറ്റ് ആൻഡ് ITI പാസ്. 10th 12th ഗ്രാജുവേറ്റ് ആൻഡ് ITI പാസ്. ആൾ ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഇതിനകത്ത് ഇത് അപേക്ഷിക്കാൻ പറ്റും. ആൾ ഇന്ത്യ മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ അപ്ലൈ. ഇതിനകത്ത് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാൻ പറ്റും. ഇനി നിങ്ങൾ സാലറിയുടെ കാര്യം നോക്കി. സാലറി എന്ന് പറയുന്നത് 28,000 തൊട്ട് 65,000 രൂപ വരെയായി. 28,000 തൊട്ട് ഒരു ചെറിയ സാലറി അല്ല. റിലയൻസ് ജിയോയുടെ നല്ല സാലറി, കമ്പനി നല്ലതാണ്. അതുകൊണ്ട് സാലറി നിങ്ങൾക്ക് നല്ലതായിട്ട് കിട്ടും. അപ്പം 28,000 തൊട്ട് 65,000 വരെയാ. ഇത് ഓരോ പോസ്റ്റിന്റെ അനുസരിച്ച് മറിഞ്ഞു ഇരിക്കും. എന്നാലും ഒരു അപ്രോക്സിമേറ്റ് ഇതാണ് ഈ സാലറി പറയുന്നത്. ഇനി നിങ്ങൾ വന്നാൽ ഇവിടെ നോക്കിയാലോ, ഇതിനകത്ത് എക്സാം ഇല്ല, ഫീസും ഇല്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള ഫീസും ഇല്ല. അത് കണക്ക് തന്നെ എക്സാം ഇല്ല. നിങ്ങൾ അപേക്ഷിച്ചാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ആണ് കിട്ടുന്നത്. അപ്പം ഇത് ഓൺലൈനാണ് അപേക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് മൊബൈലിൽ കൂടെ അപേക്ഷിക്കാൻ പറ്റും, ഇത് ലാപ്ടോപ്പിലൂടെ അപേക്ഷിക്കാൻ പറ്റും, കമ്പ്യൂട്ടറിലൂടെ ചെയ്യാൻ പറ്റും, ടാബിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏത് തരത്തിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന ഒരു മോഡാണ് ഇതിലുള്ളത്. ഇത് ഏജ്, ഇതാണ് ഏറ്റവും ഇതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാം. മറ്റേ ചിലപ്പോൾ 30 വയസ്സ്, 28 വയസ്സ്, 40 വയസ്സ്, 45 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അപേക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഏജ് ലിമിറ്റ് ഇല്ല. പക്ഷെ 50 വയസ്സ് വരെയുള്ളവരുടെ കൺസിഡർ ചെയ്യുന്ന കേട്ടോ. അതായത് 18 തൊട്ട് 50 വയസ്സ് വരെയുള്ളവർക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് അപേക്ഷിക്കാം. ഇനി നിങ്ങൾ നിങ്ങളുടെ CV ശരിയാക്കി ഇവര് പറയുന്ന കണക്ക്, അതായത് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ പോയിട്ട് അവര് പറയുന്നത് കണക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ചെയ്ത് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ 25 days യു വിൽ ഗെറ്റ് ഓഫർ ലെറ്റർ.
അതായത് ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഓഫർ ലെറ്റർ നിങ്ങൾക്ക് കിട്ടും. അവർ പറയുന്ന കണക്ക് നിങ്ങളുടെ CV അപ്ഡേറ്റ് ചെയ്യണം, നിങ്ങളുടെ ഏജ് അതിനകത്ത് ശരിയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ അതിനകത്ത് ശരിയായിട്ടുള്ളതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ശരിയായിട്ടുള്ളതാണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നോക്കി CV നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ നിങ്ങൾ ഇതിന് അപേക്ഷിക്കാവുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനലിൽ വരുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടുകൂടി ഞാനിടുന്ന ഇത് കണക്കുള്ള വേക്കൻസികളുടെ ആ നോട്ടിഫിക്കേഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ CV നല്ലവണ്ണം അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് കഴിഞ്ഞ് നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. നിങ്ങൾ ശരിയായിട്ട് CV അപ്ഡേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് നിങ്ങൾ ചെയ്താൽ വിത്തിൻ 25 days യു വിൽ ഗെറ്റ് ഓഫർ ലെറ്റർ ഫ്രം ദിസ് കമ്പനി. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഇതിന്റെ പോസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്തുള്ള വേക്കൻസി പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെയിൽ, ഡിസ്ട്രിബ്യൂഷൻ, ബിസിനസ് ഓപ്പറേഷൻ, എഞ്ചിനീയറിംഗ് ടെക്നോളജി, IT ആൻഡ് സിസ്റ്റം, കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസിൽ നമ്മുടെ കേരളത്തിലുള്ള ലേഡീസിന് വേണ്ടിയിട്ടുള്ള അതാണ് കൂടുതലും കസ്റ്റമർ സർവീസ്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനകത്ത് ഒരുപാട് വേക്കൻസി വരാൻ സാധ്യതയുണ്ട്. ഓപ്പറേഷൻസ്, ദ സപ്ലൈ ചെയിൻ, ഫ്രീലാൻസർ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റിയ വർക്കാണിത്. ഇത് കസ്റ്റമർ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓഫീസിൽ ഓഫീസിൽ കസ്റ്റമർ സർവീസിൽ നിങ്ങൾക്ക് ലേഡീസിന് കിട്ടാൻ വളരെ സാധ്യതയുണ്ട്. അത് കണക്കാണ് ഫ്രീലാൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാവുന്ന വർക്കാണ്. അതാണ് ഫ്രീലാൻസർ. ജിയോയുടെ ഫ്രീലാൻസർ ഒക്കെ ആകുക, അല്ലെങ്കിൽ ജിയോയുടെ നമ്മൾ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് നല്ല കാര്യം തന്നെ. ഫൈനാൻസ്, കംപ്ലൈൻസ് ആൻഡ് അക്കൗണ്ടിങ്, അഡ്മിൻ സർവീസ്, പ്രോഡക്റ്റ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്, പർച്ചേസ് ആൻഡ് കോൺട്രാക്ട്, മാർക്കറ്റിംഗ്, ലീഗൽ ആൻഡ് അതർ. ഇത്രയും വേക്കൻസി ഇതിനകത്തുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വേക്കൻസി ഒക്കെ നോക്കി അപേക്ഷിക്കണം. നിങ്ങൾക്ക് പറ്റിയ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ ഏജിനും അനുസരിച്ചുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ എക്സ്പീരിയൻസിനും അനുസരിച്ചുള്ള ജോലി ഏതാണെന്ന് നിങ്ങൾ അത് ചോയ്സ് ചെയ്ത് നിങ്ങൾ അപേക്ഷിക്കണം. അപ്ലൈ മോഡ് ഓൺലൈൻ അപ്ലൈ, അല്ലാതെ ഓഫ്ലൈനായിട്ട് ഈ ഒരു കാര്യം ഓഫ്ലൈനായിട്ട് ആരും സ്വീകരിക്കത്തില്ല. ആർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും? ആൾ ഇന്ത്യ മെയിൽ ആൻഡ് ഫീമെയിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി സാലറിയുടെ കാര്യം വരുമ്പോഴത്തേക്ക് 28,000 രൂപ തൊട്ട് 65,000 രൂപ വരെ അപ്രോക്സിമേറ്റ് സാലറി. ഓരോ പോസ്റ്റിനും കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇതൊരു അപ്രോക്സിമേറ്റ് സാലറിയാണ്. ഇനി നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് സെലക്ഷൻ പ്രോസസ്, നോ എക്സാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോ എക്സാം, ഡയറക്റ്റ് സെലക്ഷനാണ് ഇതിനകത്ത് വരുന്നത്. ചിലപ്പോൾ നിങ്ങളെ ഒരു വെർബലി ഇന്റർവ്യൂ കാണുവാൻ ഓൺലൈനിലൂടെ ചിലപ്പോൾ ഇന്റർവ്യൂ നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾ ഒരു കാര്യം വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. അപ്പം നിങ്ങളെ പറ്റി 10 വാചകം ഇംഗ്ലീഷിൽ പറയാനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഞാൻ പറയുന്നത് എന്നാണെന്ന് പറഞ്ഞാൽ, ഇന്റർവ്യൂ നിങ്ങൾക്ക്, അതായത് ഓൺലൈനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന്റെ കോളിംഗ് ലെറ്ററോ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഡയറക്റ്റ് അവർ ഫോൺ ചെയ്ത് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ പറ്റി 10 വാചകം ഇംഗ്ലീഷിൽ പറയാൻ പഠിച്ചു വെച്ചേക്കണം. കാര്യം അവര് ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് അവർ ചോദിക്കുന്ന ടെൽ മീ സംതിങ് യുവർ സെൽഫ് എന്നേ പറയത്തുള്ളൂ. അപ്പൊ ടെൽ മീ സംതിങ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു 10 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക, കാണാപ്പാടം പഠിച്ചു വെക്കുക. അതുകൂടെ പറഞ്ഞാൽ പിന്നെ അത് അധികം ഒന്നും ചോദിക്കത്തില്ല. പിന്നെ അവരെന്തെങ്കിലും ചോദിച്ചെങ്കിലേ ആക്കുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് 10th 12th ഗ്രാജുവേറ്റ് ഫ്രം റിക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇമ്പോർട്ടൻസ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ CV, റെസ്യൂം CV, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ആധാർ കാർഡ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഏജ് പ്രൂഫ്. ഈ ഏജ് പ്രൂഫ് നിങ്ങൾക്ക് 10th ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഏജ് പ്രൂഫ് ഉണ്ട്. ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ SC ST ആണെങ്കിൽ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. കാര്യം കൊടുത്തില്ലെങ്കിൽ ജനറൽ നിങ്ങളെ ഇത് ചെയ്യും, ഉൾപ്പെടുത്തും. അങ്ങനെ ഇതിൽ എന്തെങ്കിലും കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ SC ST കാൻഡിഡേറ്റിന് എന്തെങ്കിലും കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അത് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ളവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുവോ അവരെ പ്രൊഡ്യൂസ് ചെയ്യുവോ ചെയ്യണം. ഇനി ഹൗ ടു അപ്ലൈ ഫോർ റിലയൻസ് ജിയോ റിക്രൂട്ട്മെന്റ് 2025. Candidate must read the official notification carefully from the official website.
If this is an online vacancy, click on the link below or visit the official website. Now register yourself instead of filling all your detail like personal detail, education and fees. Do not forget to upload the correct photograph and signature online mode. If this is an offline vacancy, then fill the form carefully and attach all your documents. പക്ഷേ ഇത് ഓൺലൈനാണ്, നിങ്ങൾക്ക് അതില്ല. ഇത് ഒന്ന് പതിയെ നിങ്ങൾ അവിടെ ഒന്ന് നോക്കിയാൽ മതി. ഞാൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൾറെഡി സ്റ്റാർട്ട് ആയി കഴിഞ്ഞ് ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ അത് ഇവർ പറയുന്നതാണ്. അതായത് പെട്ടെന്ന് ചിലപ്പോൾ നിർത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യാം. ഇനി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ റിലയൻസ് ജിയോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ഈ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് പോവാം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടുന്ന് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് എടുത്ത് അതിനകത്ത് പോയി ഇത് ഗൂഗിൾ ക്രോമിൽ പോയി കോപ്പി പേസ്റ്റ് ചെയ്താൽ, ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ ക്രോമിൽ പോയി പേസ്റ്റ് ചെയ്താൽ അതവിടെ വരും. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിവിടെ ഗൂഗിൾ ക്രോമിൽ വന്ന് ഞാനൊരു പുതിയ വർക്ക്ഷീറ്റ് എടുത്ത് ഇവിടെ ഇത് പേസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്ത്. അപ്പോൾ ഇതാണ് റിലയൻസ് ജിയോയുടെ നമ്മുടെ ഇത് വേക്കൻസിയുടെ പേജിലേക്ക് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് നിങ്ങളൊന്ന് നോക്കണം. ഇവിടെ എത്രയോ വേക്കൻസിയാണ്, ഒരുപാട് വേക്കൻസി ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും. നോക്കിയേ, ഇവിടെ ഫ്രീലാൻസർ റിലയൻസ് ജിയോയുടെ ഞാൻ ഇച്ചിരി അത് വലുതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെച്ചെന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഈ അതായത് ഫ്രീലാൻസിലുണ്ട് 7825 വേക്കൻസി ഉണ്ട് ഫ്രീലാൻസർ. അത് കണക്ക് തന്നെ ജിയോ സെയിൽസ് സ്പെഷ്യലിസ്റ്റിലുണ്ട് 2633 വേക്കൻസി ഉണ്ട് ജിയോ സെയിൽസ് സ്പെഷ്യലിസ്റ്റിൽ. അത് കണക്ക് തന്നെ ബിസിനസ് ഓപ്പറേഷനിൽ 2402 വേക്കൻസി ഉണ്ട്. സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിലുണ്ട് 1407. അത് കണക്ക് തന്നെ കസ്റ്റം സർവീസിലുണ്ട് 538. എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലുണ്ട് 156. ഒരുപാട് വേക്കൻസി ഉണ്ട്. നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ എവിടെങ്കിലും പോയി വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. റിലയൻസ് ജിയോ എന്ന് പറയുന്ന ചെറിയ കമ്പനിയല്ല. അത് കണക്ക് തന്നെ അതേ പല ജോബുകൾ അതേഴ്സ് ഉണ്ട്. 98 ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിലുണ്ട് 47. അങ്ങനെ ഇത് പല ഈ ഒരുപാട് കാര്യങ്ങൾ ഇതുണ്ട്. നിങ്ങൾക്കിപ്പോൾ സപ്പോസ് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യണം, ഏതെങ്കിലും പോസ്റ്റ് നിങ്ങൾക്ക് എനിക്ക് ഫ്രീലാൻസറിൽ അപ്ലൈ ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു കണ്ടീഷനിലുള്ള പേജ് തുറക്കും. ഇവിടെ പറയുന്നുണ്ട് എങ്ങനെ ഇത് എടുക്കാവുന്നത്. നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ സെർച്ച് ചെയ്യുക. നമ്മുടെ കേരളത്തിൽ ഈ 2 ജിയോ സെയിൽസ് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ഫ്രീലാൻസറിന്റെ 2 വേക്കൻസിയെ കേരളത്തിലുള്ള ഞാൻ സെർച്ച് ചെയ്ത് അപ്പോഴത്തേക്ക് ഇവരുടെ മൊത്തം വേക്കൻസി ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ പർട്ടിക്കുലർ ഞാൻ പോയി ഫ്രീലാൻസറിൽ ഒരു വേക്കൻസി എടുത്ത് അപ്ലൈ ചെയ്യാൻ പോവുക. ഫ്രീലാൻസർ വേക്കൻസി വന്ന് വീണ്ടും ഞാൻ ഇവിടെ ഫ്രീലാൻസറിലുള്ള ഇതിന്റെ സെർച്ച് ചെയ്ത് 10 വേക്കൻസി ഇവിടെ വന്നിട്ടുണ്ട്. 10 വേക്കൻസി ഇവിടെ കാണുന്നുണ്ട്. ലീഡ് സ്റ്റേറ്റ് HSV പിറ്റ്, ജിയോ കൺസ്ട്രക്ഷൻ ലീഡ് സ്റ്റേറ്റ് ക്വാളിറ്റി. ഈ കൂട്ടത്തിൽ ഞാൻ ജിയോ കൺസ്ട്രക്ഷൻ JC കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിന്റെ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് മാനേജർ ക്വാളിറ്റി ഉണ്ട്. പല വേക്കൻസി ഉണ്ട്, ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട്. 15 നവംബറില് ഫംഗ്ഷൻ ബിസിനസ് ഏരിയ ഇവിടെ പറയുന്നുണ്ട്. ഫംഗ്ഷൻ ബിസിനസ് ഏരിയ ഇവിടെ പറയുന്നുണ്ട്. പ്രൊക്യൂർമെന്റ് ആൻഡ് കോൺട്രാക്ട്സ് ഇവിടെ ലൊക്കേഷൻ അജ്മീർ ആണ്. ജോബ് റെസ്പോൺസിബിലിറ്റി സൂപ്പർവൈസ് FTT ആൻഡ് കൺസ്ട്രക്ഷൻ വർക്ക്. ഇത് നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞില്ലേ എങ്ങനെ അതിനകത്ത് പോകുന്നെന്ന്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കോണേ, ഇവിടെ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോയ്സ് ചെയ്ത ആ ഒരു പോസ്റ്റിന് BTech ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ പ്രിഫേർഡ് എന്നാണ് പറയുന്നത്. എക്സ്പീരിയൻസ് ഇവർ പറയുന്നത് 2 തൊട്ട് 4 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് വേണം. നമുക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ടെക്നിക്കൽ നോളേജ് ഓഫ് കൺസ്ട്രക്ഷൻ, നോളേജ് ഓഫ് നെറ്റ്വർക്ക് ഡിപ്ലോയ്മെന്റ്, വെണ്ടർ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. അവിടുന്ന് വന്നിട്ട് നിങ്ങൾ ഇവിടെ അപ്ലൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത്
അപ്ലൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഇനിയുള്ള കാര്യങ്ങൾ അധികമൊന്നുമില്ല. അവിടെ ചെന്ന് അവർ ചോദിക്കുന്ന ഡീറ്റെയിൽ എല്ലാം അവിടെ കൊടുത്ത് നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് വേറെ ഏതെങ്കിലും അവർ ഡോക്യുമെൻറ്റ്സ് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 25 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടും. അപ്പം ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.